ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ കൃപയും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. ഈ നോയമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയോടെ ഈ നോയമ്പ് ആചരിക്കുവാനും ജീവിത വിശുദ്ധി പ്രാപിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം. ഹൃദയവിശുദ്ധി എന്നത് കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രവൃത്തികളുമെല്ലാം ദൈവഹിതാനുസൃതം നയിക്കപ്പെടുന്ന അവസ്ഥയാണ്. അത് പരിശുദ്ധമായ സ്നേഹം, വിശുദ്ധി, നീതി, ധാർമ്മിക സമഗ്രത എന്നിവയാൽ പരിപുഷ്ടമായിരിക്കണം. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള പരിശുദ്ധമായ നിസ്വാർത്ഥമായ സ്നേഹം, എളിമയിൽ ഈശോയുടെ പ്രബോധനാനുസൃതമായ ജീവിതം നയിക്കപ്പെടുന്ന അവസ്ഥയാണ്. സഭയിലെ വിശുദ്ധാത്മാക്കളുടെ പ്രബോധനമനുസരിച്ച് ഹൃദയവിശുദ്ധി എന്നത് ആഴമായ ദൈവാനുഭവത്തിൽ നിന്ന്, ദൈവത്തോടു കൂടെയായിരിക്കുന്നതിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ്. എല്ലാറ്റിലുമുപരി ദൈവത്തെ സ്നേഹിച്ച് ദൈവകൃപയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രവൃത്തികൾ ദൈവിക പ്രവൃത്തികളായി രൂപാന്തരീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്ന ജീവിതമാണിത്. ആവിലാലെ വിശുദ്ധ അമ്മ ത്രേസ്യ ആന്തരിക വിശുദ്ധിയെപ്പറ്റി പഠിപ്പിക്കുന്നത് എല്ലാ ലോകസുഖങ്ങളിൽ നിന്നും അകന്ന് ദൈവത്തിൽ ആമഗ്നമാകുന്ന അവസ്ഥയാണ്. സെന്റ് ഫ്രാൻസിസ് ഡി സെയ്സ് വിശുദ്ധി എന്നത് ഒരുവൻ്റെ ലളിത ജീവിതത്തിലും സത്യസന്ധതയിലും ദൈവസ്നേഹത്താൽ പരിപൂരിതമാകുന്നതാണ്. ഹൃദയവിശുദ്ധി എന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ശുദ്ധതയാണ്. ഈ ശുദ്ധത സാധ്യതമാകുന്നത് ദൈവകൃപയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ മാത്രമാണ്. ഹൃദയമൊരുക്കാം. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിനങ്ങൾക്കായി നമുക്ക് ഹൃദയം വിശുദ്ധീകരിക്കാം. തിരിഞ്ഞു നോക്കി തിരിച്ചറിഞ്ഞ് വിശുദ്ധി മുന്നേറാം. കുരിശുകളെ സ്നേഹിക്കാം. വിശുദ്ധിയുടെയും പരിത്യാഗത്തിൻ്റെയും 50 നോയമ്പ് നമ്മെ കാത്തിരിക്കുന്നു. ഈ നോയമ്പ് കാലം നമുക്ക് പരിചിന്തനത്തിൻ്റെയും ആത്മനവീകരണത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും ദിനങ്ങളായി മാറട്ടെ. അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ശക്തിയുടെയും ഉദ്ധാനാനുഭവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.